ചുട്ടുപൊള്ളുന്ന വേനലിലും മാട്ര ഗവൺമെന്റ് എൽ.പി. സ്കൂളിന്റെ പരിസരം വ്യത്യസ്തമാണ്. സ്കൂൾ പരിസരത്ത് നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾ പരിപാലിക്കുന്ന തിരക്കിലാണ് വാർഡ് മെമ്പറും പ്രദേശത്തുകാരും. ചുട്ടുപൊള്ളുന്ന വേനലിലും മാട്ര ഗവൺമെന്റ് എൽ.പി. സ്കൂളിന്റെ പരിസരം വ്യത്യസ്തമാണ്. സ്കൂളിന്റെ പരിസരം പൂർണ്ണമായും കൃഷിത്തോട്ടങ്ങളാണ്. കാട് മൂടിക്കിടന്ന സ്ഥലങ്ങളെല്ലാം മാട്ര വാർഡ് മെമ്പർ സരുൺ തോമസും സംഘവും തെളിച്ച് കൃഷിക്കായി ഒരുക്കിയിരുന്നു. തെളിച്ച ഭൂമിയിൽ നിരവധി പച്ചക്കറികൾ നട്ടു. ഡിസംബർ ആദ്യം വിളവെടുപ്പ് ഉത്സവവും നടത്തി. 10 ദിവസം അവധി വന്നതോടെ സ്കൂളിൽ ആരും ഇല്ലാതെയായി. എങ്കിലും പച്ചക്കറികൾ അനാഥമായില്ല. സ്കൂളിന്റെ അയൽവാസി ഷാജി കൊച്ചുപറമ്പിലും സരുൺ തോമസും ചേർന്ന് എന്നും വെള്ളം കോരി ഇവയെല്ലാം നനച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ പോലും വിശ്രമമില്ലാതെ അധ്വാനിച്ചു. അവധി ദിനങ്ങളിൽ വിളവെടുത്ത പച്ചക്കറികൾ തൊട്ടടുത്ത വീട്ടുകാർ കൂടുതൽ വില നൽകി മേടിച്ചു. വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറിക്ക് ഇഷ്ടമുള്ള വില നൽകാം എന്ന് സരുൺ അറിയിച്ചപ്പോൾ 1 കിലോ വെണ്ടയ്ക്ക 250 രൂപ വരെ നൽകി ആളുകൾ വാങ്ങി. ഇങ്ങനെ ലഭിക്കുന്ന തുക സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കും. വെണ്ടയ്ക്ക, വഴുതന, പച്ചപ്പയർ, വെള്ളരി, പച്ചമുളക്, ചുരയ്ക്ക എന്നിവയാണ് വിളവെടുത്ത് തുടങ്ങിയത്. മത്തങ്ങ, നിത്യവഴുതന, കുമ്പളങ്ങ, കൂർക്ക, ഇഞ്ചി, കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയവ വിളവെടുപ്പിന് പാകമായി വരുന്നു. ഏത്തവാഴ തോട്ടവുമുണ്ട്. വാഴകൾ എല്ലാം തന്നെ കുലയ്ക്കുകയും ചെയ്തു. പഴച്ചെടികൾ മാത്രം ഉൾപ്പെടുത്തിയ ഫ്രൂട്ട് ഫോറസ്റ്റിൽ ചാമ്പ, മിറാക്കിൾ ഫ്രൂട്ട്, പേര, ബുഷ് ഓറഞ്ച്, ഓൾ സീസൺ മാംഗോ എന്നിവ ഫലങ്ങൾ വന്നു തുടങ്ങി. എന്തുകൊണ്ടും വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്ന ഒരിടമായി മാട്ര ഗവൺമെന്റ് എൽ.പി. സ്കൂൾ മാറുകയാണ്. ഏതെങ്കിലും ഒരു സമയം എല്ലാ ദിവസവും വാർഡ് മെമ്പറും സംഘവും സ്കൂളിൽ എത്തി പച്ചക്കറികൾ പരിപാലിക്കും. ഷാജി കൊച്ചുപറമ്പിലാണ് മിക്കവാറും ദിവസങ്ങളിലെ നനയ്ക്കൽ ഏറ്റെടുക്കുന്നത്. അമൽ ജോസ് പി, സന്തോഷ് വഞ്ചിപ്പാറ, അമൽ വരമ്പുങ്കൽ, അനൂപ് തങ്കച്ചൻ, പ്രണവ് കോങ്ങാട്ട്, റെജിൽ മുഴുക്കുന്ന്, സ്കൂൾ PTS ഹരീന്ദ്രൻ എന്നിവർ മിക്കവാറും ദിവസങ്ങളിൽ സഹായികളായി. കാട് മൂടിക്കിടന്ന പിന്നാമ്പുറങ്ങളെല്ലാം വയക്കിയെടുത്ത് ഹിറ്റാച്ചി ഉപയോഗിച്ച് മണ്ണിളക്കി വാഴ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ വ്യത്യസ്തങ്ങളായ മത്തൻ, കുമ്പളം, വെള്ളരി, അതുപോലെ പയർ, പാവല്, വെണ്ടയ്ക്ക, മുളക്, വഴുതന, പിന്നെ അതുപോലെ തന്നെ കപ്പ, ചേമ്പ്, ചേന, ഇഞ്ചി, കൂർക്ക ഉൾപ്പെടെയുള്ള പിന്നെ അതേപോലെ തന്നെ നിത്യവഴുതന, അങ്ങനെ ചുരയ്ക്ക ഉൾപ്പെടെ ഈ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ നട്ടുനനച്ച് വളർത്തുകയാണ്. ഒരു പരിധിവരെ സ്കൂള് ഇപ്പോൾ കഴിഞ്ഞ 10 ദിവസം അവധിയായിരുന്നു. 10 ദിവസവും ക്രിസ്മസ് ദിവസത്തിൽ ഉൾപ്പെടെ ഇത് വന്ന് നനച്ച് പരിപാലിച്ച് ആണ് നമ്മൾ ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ക്രിസ്മസിൻ്റെ അന്നും ഇന്നുമായി 2 ഘട്ടത്തിൽ വിളവെടുപ്പുകൾ അവധിക്കാലത്ത് നടത്തി. ഈ അവധിക്കാലത്ത് നടത്തുന്ന വിളവെടുപ്പിൻ്റെ ഉൽപ്പന്നങ്ങൾ തൊട്ടടുത്ത വീട്ടുകാർ വിഷരഹിതമായി ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഈ പച്ചക്കറി തൊട്ടടുത്ത വീട്ടുകാർ കൂടിയ വില നൽകി, അതായത് ഒരു പച്ചക്കറിയുടെ വിലയല്ല, അതിനർഹമായൊരു വില നൽകിക്കൊണ്ട് 100, 200 ഒക്കെ തന്നുകൊണ്ട് 1/2 കിലോയൊക്കെ പയറും വെണ്ടയ്ക്കയും ഒക്കെ സ്കൂളിൽ വന്ന് മേടിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് ഈ പണം ഉപയോഗിക്കുക. ഇതിൻ്റെ പിന്നിൽ നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാനതിനകത്തൊരു ഘടകമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അതിൽ അഭിമാനം തോന്നുന്നത് നമ്മുടെ സ്കൂളിൻ്റെ തൊട്ട അയൽവക്കക്കാരനായ ഷാജിമോൻ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ വന്ന് ഈ പച്ചക്കറി നനയ്ക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുകയാണ്. ഇതിന് ഏതെങ്കിലും രീതിയിൽ ചോട് കിളച്ച് ഒരുക്കുന്നതിന് വേണ്ടിയോ കാട് പറിക്കുന്നതിന് വേണ്ടിയോ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ഏത് ഘട്ടത്തിലും ഒരു പിന്തുണയായി ഷാജിമോനും, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സന്തോഷിനെ പോലെ, അതേപോലെ അനൂപിനെ പോലെയൊക്കെയുള്ള ആളുകൾ, അതുപോലെ അമലിനെ പോലെയുള്ള ആളുകൾ, നമുക്ക് ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ഇത്തരം ആളുകൾ ഇതിൻ്റെ ഭാഗമാകുകയാണ്. അതിലേറ്റവും പ്രധാനം ഷാജിമോനാണ്. കാരണം ഷാജിമോൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഇത് നനയ്ക്കാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു മോശം വരുമ്പോൾ അതിനെ പരിഗണിക്കാനും നോക്കാനും കാണിക്കുന്ന ഒരു മനസ്സ്, ഇതെല്ലാം ഈ സ്കൂളിനെ ഒരു നാടാകെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പിന്തുണയുടെ ഭാഗമാണ്. സുവർണ ജൂബിലി വർഷത്തിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു തോട്ടം ഒരുക്കിക്കൊണ്ട് ഈ സ്കൂൾ കേരളത്തിലെ തന്നെ സ്കൂളുകൾക്ക് മാതൃകയാകുകയാണ്. ഒരു ഗവൺമെൻറ് സ്കൂളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ കണക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ മുൻപിൽ ഒരു ഉത്തമ ഉദാഹരണമായി നിലനിൽക്കാൻ ഉച്ചഭക്ഷണത്തിൽ വിഷരഹിതമായ പച്ചക്കറികൾ കുട്ടികൾക്ക് ലഭിക്കുന്നതിനാവശ്യമായ നീക്കങ്ങൾ, വാഴകളെല്ലാം കുലച്ചു തുടങ്ങി. ഈ വാഴത്തോട്ടത്തിനകത്താണ് നിൽക്കുന്നത്. പുതിയ വാഴ ഉയർന്നു വരുന്നു. കപ്പ പറിക്കാൻ പാകമായി, അടുത്ത ഘട്ടം പാകമായി വരുന്നു. ഇങ്ങനെ ഓരോ 1ഉം 2ഉം ഘട്ടങ്ങളിലായി തന്നെ ഇത്തരത്തിൽ പച്ചക്കറികളും മറ്റ് ഇനങ്ങളും നട്ടുപരിപാലിച്ചുകൊണ്ട് ഈ സ്കൂളിലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ സ്കൂളിന്, അല്ലെങ്കിൽ ഉപജില്ലയിലെയും ജില്ലയിലെയും കേരളത്തിലെയും ഒക്കെ സ്കൂളുകൾക്ക് തന്നെ മാതൃകയാകുന്ന വിധത്തിലേക്ക് മാട്ര ഗവൺമെൻറ് എൽ.പി. സ്കൂളും അതിൻ്റെ സംവിധാനങ്ങളും ഉയർന്നു വരികയാണ് എന്നുള്ളതാണ്.